ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 15-ാം വാക്യം. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് അവന് ആ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. തെറ്റ് തിരുത്താനായിട്ട് ഈശോ ഇന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുക. എങ്ങനെയാണ് ഞാൻ തെറ്റ് തിരുത്തേണ്ടത്? അതൊരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചായിരിക്കരുത്, മറിച്ച് വ്യക്തിപരമായിട്ട് കണ്ട് അവരുടെ തെറ്റ് തിരുത്താനായിട്ട് സാധിക്കണം എന്ന് വചനത്തിലൂടെ ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ഒരിക്കലും തെറ്റ് തിരുത്താനായിട്ട് തയ്യാറാകും. കാരണം ഞാൻ എൻ്റെ സുഹൃത്തിനോട് അവൻ ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് മടിയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഞാൻ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവൻ എന്നോട് പിന്നീട് മിണ്ടത്തില്ല, അവനുമായിട്ടുള്ള സൗഹൃദം എനിക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവരൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അവൻ തെറ്റ് ചെയ്താലും ആ തെറ്റിൻ്റെ ഒപ്പം നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഇതൊരിക്കലും യഥാർത്ഥ സൗഹൃദമല്ല കേട്ടോ. യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. ഞാൻ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായാൽ, ഒരു തെറ്റ് സംഭവിച്ചാൽ വ്യക്തിപരമായിട്ട് അവരെ തിരുത്തുവാനായിട്ട് നമ്മൾ തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിലുള്ള ഉത്തരവാദിത്വം ഇത് കേട്ടോ. പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് കണ്ടാൽ എന്നാ ചെയ്യണം? തിരുത്തി കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് അവരോട് മോനെ നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് ദൈവം എന്നോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതൊരു കാര്യം കൂടെ ഈ വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരാൾ ഒരു തെറ്റ് എൻ്റെ ജീവിതത്തിലെ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാനത് സ്വീകരിക്കണം. ഞാൻ മറ്റൊരുവൻ്റെ ജീവിതത്തിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അവനെ തിരുത്തുവാനായിട്ട് ശ്രമിക്കുന്നത് പോലെ വേറൊരു വ്യക്തി എൻ്റെ ജീവിതത്തിലെ ഒരു കുറവ് കണ്ടാൽ, ഒരു തെറ്റ് കണ്ടാൽ, അതെന്നെ ഓർമ്മിപ്പിച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാനത് സ്വീകരിക്കാനായിട്ട് തയ്യാറാണ്. ഇതും ഇന്ന് പറ്റില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ തെറ്റുകൾ ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ അവർ നമുക്കാരാ? ശത്രുക്കളാണ് കേട്ടോ. അവരോട് പിന്നെ മിണ്ടത്തില്ല, അവരെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു. കാരണം തെറ്റുകൾ അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോയി. അതുകൊണ്ടാണ് ഈശോ ഈ വചനത്തിൽ ഈ ഒരു കാര്യം കൂടെ എന്നെ ഓർമ്മിപ്പിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ ഒരു കുറവ്, ഒരു തെറ്റ് മറ്റൊരുവൻ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് സ്വീകരിക്കണം. കാരണം തെറ്റുകൾ നമുക്ക് സംഭവിക്കാം. മനുഷ്യരാണ്, ബലഹീനരാണ്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, തെറ്റുകൾ സംഭവിക്കും. പക്ഷെ ഈ തെറ്റ് ഞാൻ അംഗീകരിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ തെറ്റ് മാറിപ്പോകത്തുള്ളൂ. ഇല്ല എങ്കിൽ അതെന്നും തെറ്റായിട്ട് തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടാവും. അതൊരിക്കലും മാറിപ്പോവുകയില്ല. സ്നേഹമുള്ളവരെ, ഇത് തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടോ? ഒരാൾ തിരുത്തി തരുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാവുന്നുണ്ടോ? അതേപോലെ തന്നെ മറ്റൊരുവൻ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, അതിൻ്റെ സുഹൃത്തുക്കളായിരിക്കാം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാം, ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കുവാനായിട്ടും എൻ്റെ സുഹൃത്ത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിച്ച് അവരെ സ്നേഹത്തോടുകൂടി തിരുത്തുവാനായിട്ടും അങ്ങനെ വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.